അതിശക്തമായ ഏറ്റുമുട്ടൽ നടക്കുന്ന യുദ്ധഭൂമിയിൽ 100 ബഹുദൈവ വിശ്വാസികളുടെ കഥ കഴിക്കാൻ ധീരത കാണിച്ച ധീരനായ പടയാളിയാണ് മജ്സഅത്ത് ഇബ്നു സൗർ അസ്-സദൂസി എന്ന് ചരിത്രകാരന്മാർ മുഴുവനും പറഞ്ഞിട്ടുണ്ട്. ആരാണ് മജ്സഅത്ത്? എന്താണ് അവരുടെ ചരിത്രം? കഥ കേൾക്കാം. ഖാദിസിയയിൽ നടന്ന അതിശക്തമായ യുദ്ധത്തിൽ നേടിയ മഹത്തായ വിജയത്തിൻ്റെ പേരിൽ സന്തോഷത്തോടെയും ആനന്ദത്തോടെയും ശുക്രോടും കൂടെയാണ് മുസ്ലിങ്ങളായ പടയാളികൾ തിരിച്ചു പോകുന്നത്. ക്ഷീണിച്ചവശരായിട്ടാണ് തിരിച്ചു വരുന്നതെങ്കിലും കൂട്ടത്തിൽപ്പെട്ട കുറേ ആളുകൾക്ക് രക്തസാക്ഷ്യം നേടിയതിൻ്റെ വലിയ ആനന്ദം അവരിലുണ്ടായിരുന്നു. തങ്ങളുടെ പ്രിയപ്പെട്ട പല സഹോദരങ്ങൾക്കും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജീവൻ കൊടുക്കാൻ സാധിച്ചുവല്ലോ എന്ന സന്തോഷമായിരുന്നു അവരുടെ മനസ്സ് നിറയെ. ഈ അതിശക്തമായ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്തും ഇനി ഒരിക്കൽ എന്നാണ് ഞങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി പോരാടാൻ കഴിയുക എന്ന ചിന്തയായിരുന്നു ഓരോരുത്തരുടെ മനസ്സിലും. റബ്ബിന് വേണ്ടി ദാനം ചെയ്യാൻ പറ്റുന്നത് ശരീരമാണ്. ആ ശരീരം ദാനം ചെയ്യാൻ കിട്ടുന്ന ആ അസുലഭ അവസരം ഇനി എന്നായിരിക്കും ഉണ്ടാവുക എന്ന ചിന്തയോട് ഓരോരുത്തരും ഖാദിസിയയിലെ വിജയം അനുസ്മരിച്ച് തിരിച്ചു നടക്കുകയാണ്. ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നിങ്ങൾ യുദ്ധത്തിനൊരുങ്ങിക്കോളൂ എന്ന് പറഞ്ഞൊരു നിർദ്ദേശം കിട്ടാൻ വേണ്ടി പ്രതീക്ഷയോടെ അവർ കാത്തിരിപ്പ് ആരംഭിച്ചു. കൂടുതൽ വൈകിയില്ല. ആ കാലത്തെ വലിയ പടനായകരായിരുന്ന സാമ്രാജ്യമായിരുന്ന പേർഷ്യക്കാരുമായുള്ള അതിശക്തമായ യുദ്ധത്തിനു വേണ്ടി ഒരുങ്ങുവാൻ വേണ്ടി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കൽപ്പന വന്നു. എല്ലാവരും അതിനുവേണ്ടി തയ്യാറെടുത്തു. അഹങ്കാരത്തിൻ്റെയും ആഡംബരത്തിൻ്റെയും ആധിപത്യമായിരുന്ന പേർഷ്യൻ സാമ്രാജ്യത്തെ തകർത്തെറിയുകയും അതിൻ്റെ അധികാരത്തിൻ്റെ അപ്പോസ്തലനായിരുന്ന കിസ്റയെ തകർക്കുക എന്നതായിരുന്നു ലക്ഷ്യം. ഖലീഫ ഉമറിൻ്റെ നിർദ്ദേശവുമായി കൂഫയിലേക്ക് പ്രതിനിധികൾ എത്തിയിരിക്കുന്നു. അടുത്ത ഒരു യുദ്ധത്തിന് ഒരുങ്ങാൻ തയ്യാറാകാൻ വേണ്ടി. കൂഫയിലെ ഗവർണർ അബൂ മൂസ അൽ-അശ്അരി റളിയല്ലാഹു അൻഹുവിനുള്ള സന്ദേശവുമായാണ് മദീനയിൽ നിന്നും ഒരാൾ അങ്ങോട്ട് വന്നത്. തൻ്റെ കൂടെയുള്ള സൈന്യത്തെയും കൂട്ടി ബസറയിൽ നിന്ന് വരുന്ന മറ്റൊരു സൈന്യത്തിൻ്റെ കൂടെ ചേരാൻ അബൂ മൂസ അൽ-അശ്അരി റളിയല്ലാഹു അൻഹുവിന് നിർദ്ദേശമാണ് ലഭിച്ചത്. അങ്ങനെ എല്ലാ സൈന്യങ്ങളും ഒന്നു ചേർന്ന് ആധുനിക ഇറാൻ്റെ ഭാഗമായ പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ നിർണായകമായ ഒരു ഭാഗമായ അഹ്വാസ് എന്ന പ്രദേശം ലക്ഷ്യമാക്കി നീങ്ങുവാനാണ് ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ നിർദ്ദേശമുണ്ടായിരുന്നത്. പേർഷ്യൻ അധിപനായിരുന്ന ചക്രവർത്തിയായിരുന്ന ഹുർമുസാനെ പിടികൂടുകയോ വകവരുത്തുകയോ ആയിരുന്നു ലക്ഷ്യം. അതോടൊപ്പം തുസ്തർ എന്ന പട്ടണത്തെ എല്ലാ അന്ധകാരത്തിൽ നിന്നും വഴികേടുകളിൽ നിന്നും മോചിപ്പിക്കുക എന്നതും. പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ പവിഴമായും കിസ്റ ചക്രവർത്തിയുടെ കിരീടത്തിലെ രത്നമായിട്ടൊക്കെയായിരുന്നു തുസ്തർ നഗരം പരിഗണിക്കപ്പെട്ടിരുന്നത് ആ കാലത്ത്. ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അബൂ മൂസ അൽ-അശ്അരിക്ക് നൽകിയ നിർദ്ദേശങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ ഉണ്ടായിരുന്നു. ബക്കർ ഗോത്രത്തിൻ്റെ തലവനും എല്ലാവരാലും ആദരണീയനും അതിശക്തമായ കുതിരപ്പടയോട്ടത്തിന് ശേഷിയുമുള്ളവരും ധീരരുമായ അതോടൊപ്പം സർവാംഗീകൃതരുമായിരുന്ന മജ്സഅത്ത് ഇബ്നു സൗർ അസ്-സദൂസി എന്നവരെയും കൂടെ കൂട്ടാൻ പ്രത്യേകം നിർദ്ദേശമുണ്ടായിരുന്നു. ഖലീഫയുടെ ആജ്ഞ അക്ഷരം പ്രതി പാലിച്ചുകൊണ്ട് അബൂ മൂസ അൽ-അശ്അരി റളിയല്ലാഹു അൻഹു പടയോട്ടം തുടങ്ങി. തൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്ത് മജ്സഅത്തിനെ നിർത്തി മറ്റെല്ലാവരെയും സജ്ജീകരിച്ച് ആ യുദ്ധം മുന്നോട്ട് പോയി. ഓരോ പട്ടണങ്ങളെയും കിസ്റായുടെ കീഴിലുള്ള പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായ ഓരോ പട്ടണങ്ങളെയും അന്ധകാരത്തിൽ നിന്നും അനീതിയിൽ നിന്നും വഴികേടിൽ നിന്നും മോചിപ്പിച്ച് ആ സംഘം മുന്നോട്ട് പോയി. അക്ഷരം പ്രതി അമീറിനെ അനുസരിച്ച് മുന്നോട്ട് പോയ ആ സംഘത്തിന് വലിയ വിജയമാണ് ഓരോ ഇടങ്ങളും നേടാൻ കഴിഞ്ഞത്. കിസ്റയുള്ള ഓരോ നാട്ടിലും അവരെത്തുമ്പോഴേക്കും അവിടെ നിന്ന് രക്ഷപ്പെട്ട് മറ്റൊരു ഭാഗത്തേക്ക് തൻ്റെ സാമ്രാജ്യത്വത്തിൻ്റെ മറ്റൊരു ഭാഗത്തേക്ക് കിസ്റ രക്ഷപ്പെട്ടുകൊണ്ടിരുന്നു. അങ്ങനെ ഓരോ പട്ടണങ്ങളിൽ നിന്നും രക്ഷപ്പെട്ട് കിസ്റായുടെ തലവനായ അന്നത്തെ മനുഷ്യൻ ഹുർമുസാൻ അദ്ദേഹം തുസ്തർ എന്ന നിർണായകമായ പട്ടണത്തിൽ അഭയം തേടി. അതുതന്നെയായിരുന്നു ആ ഒരു പടയോട്ടത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യകേന്ദ്രവും. പേർഷ്യൻ ചക്രവർത്തി കിസ്റ എന്ന പേരിൽ അറിയപ്പെട്ട അന്നത്തെ ഭരണാധികാരി ഹുർമുസാൻ അഭയം തേടിയ തുസ്തർ പട്ടണം വളരെ പ്രകൃതി ഭംഗിയുള്ളതും എല്ലാ രീതിയിലും സംരക്ഷിക്കപ്പെടുന്നതുമായ അതിശക്തമായ കോട്ട നിറഞ്ഞതുമായിരുന്നു. അതിൻ്റെ എല്ലാ ഭാഗവും ആ നഗരത്തിൻ്റെ മുഴുവൻ ഭാഗവും ശക്തമായ കോട്ടമതിലുകളാൽ സംരക്ഷിക്കപ്പെട്ടിരുന്നു. വളരെ പൗരാണികമായ നാഗരികത നിലനിന്നിരുന്നു എന്ന കാരണത്താൽ ചരിത്രരേഖകളിൽ നിർണായകമായ സ്വാധീനമുള്ള സ്ഥാനമുള്ള ഒരു പട്ടണം കൂടെയായിരുന്നു അത്. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് ഉയർന്നു നിൽക്കുന്ന ഒരു കുതിരപ്പടയാളിയുടെ രൂപത്തിലാണ് അതിൻ്റെ രൂപകൽപ്പന ഉണ്ടായിരുന്നത്. ദുജൈൽ, അതായത് ദജ്ല എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു നദിയായിരുന്നു
ഈ തുസ്തർ പട്ടണത്തിൻ്റെ പ്രധാനപ്പെട്ട ജലത്തിൻ്റെ സ്രോതസ്സ്. ഉയർന്നു നിൽക്കുന്ന ആ പട്ടണത്തിൻ്റെ ഏറ്റവും മുകളിലായി സാബൂർ ചക്രവർത്തി പണിത ഷാദർവാൻ എന്ന ഒരു വലിയ ജലാശയവും ഉണ്ടായിരുന്നു. ദജില നദിയിലെ വെള്ളം ഭൂമിക്കടിയിലൂടെ ഉണ്ടാക്കിയ തുരങ്കങ്ങളിലൂടെ പ്രത്യേകമായി രൂപകൽപ്പന ചെയ്ത് ഈ പറയപ്പെട്ട ഷാദർവാൻ എന്ന തടാകത്തിലെത്തിക്കാൻ പ്രത്യേക സംവിധാനം പോലും അവരുണ്ടാക്കിയിരുന്നു. ലോകത്തിലെ നിർമ്മാണ കലകളിലെ വലിയ അത്ഭുതങ്ങളിൽപ്പെട്ട ഒന്നാണ് തുസ്തറിലെ ഈ ഷാദർവാൻ ജലാശയവും അതിലേക്ക് വെള്ളമെത്തിക്കുന്ന തുരങ്കപാതകളുമെല്ലാം. ഭീമാകാരമായ കല്ലുകളാൽ അതിശക്തമായ രീതിയിലാണ് ഇത് പണിയിക്കപ്പെട്ടിട്ടുള്ളത്. കനത്ത ഇരുമ്പു കട്ടകൾ കൊണ്ടുള്ള പ്രത്യേകമായ തൂണുകൾ അതിന് ഉണ്ടായിരുന്നു ഈ ജലാശയത്തിന്. അതിൻ്റെ നിലങ്ങൾ കറുത്ത പാറ വെട്ടിയെടുത്ത ഫലകങ്ങളാൽ സമ്പന്നവുമായിരുന്നു. തുസ്തർ പട്ടണത്തിന് ചുറ്റുമായി വലിയ കോട്ടമതിലുകൾ ഉണ്ടായിരുന്നു. സുന്ദരവും മനോഹരവും ശക്തവുമായിരുന്നു ആ മതിലുകൾ. ആ നഗരത്തിനൊരു ആഭരണ കണക്കെ അത് നിലകൊണ്ടു. തുസ്തറിലെ ഈ കോട്ടഭിത്തിയെക്കുറിച്ച് ചരിത്രകാരന്മാർ ഇങ്ങനെ എഴുതി വെക്കുക പോലും ചെയ്തു: ഭൂമിയിൽ പണിതിട്ടുള്ള ആദ്യത്തെ പടുകൂറ്റൻ ചുമരാണിത് എന്ന്. തുസ്തറിലെ ഈ ചുറ്റുമതിലിന് പുറമെയായി വലിയ കിടങ്ങ് കുഴിച്ച് രാജാവ് ആ നഗരത്തെ സംരക്ഷിച്ചു. ഹുർമുസാൻ നിർമ്മിച്ച ആ കിടങ്ങ് ചാടിക്കിടക്കുക ആർക്കും സാധ്യമായിരുന്നില്ല. മാത്രവുമല്ല, ഹുർമുസാൻ്റെ നിർദ്ദേശപ്രകാരം കോട്ടയോട് ചേർന്ന് കിടങ്ങിൻ്റെ അപ്പുറത്തായി ഏറ്റവും പ്രഗത്ഭരായ ഭടന്മാർ നിലയുറപ്പിക്കുകയും ചെയ്തിരുന്നു. എല്ലാ അർത്ഥത്തിലും സംരക്ഷിക്കപ്പെട്ട കോട്ടയ്ക്കുള്ളിൽ അവർ എല്ലാ അർത്ഥത്തിലും സുരക്ഷിതമായിരുന്നു. ആ സമയത്ത് മുസ്ലിം സൈന്യം ഈ തുസ്തർ പട്ടണം ഉപരോധിക്കുകയും അതിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും ഉപരോധങ്ങൾ ഏർപ്പെടുത്തി നീണ്ട 18 മാസക്കാലമാണ് മുന്നോട്ട് പോയത്. ഇതിനിടയിൽ പല രീതിയിൽ ശ്രമിച്ചുവെങ്കിലും ആ കിടങ്ങ് ചാടിക്കടക്കാൻ മുസ്ലിം സൈന്യത്തിന് സാധിച്ചില്ല. നേരിട്ടുള്ള ഒരു യുദ്ധത്തിന് പേർഷ്യൻ പട്ടാളം തയ്യാറായതുമില്ല. ഈ 18 മാസങ്ങൾക്കിടയിൽ 8 തവണ അതിശക്തമായ പോരാട്ടങ്ങൾ അവർക്കിടയിൽ നടക്കുകയുണ്ടായി. കുതിരപ്പടയാളികൾ നടത്തിയ ദ്വന്ദ്വയുദ്ധങ്ങൾ ഓരോന്നും വലിയ യുദ്ധങ്ങളായി മാറുകയായിരുന്നു. വിസ്മയകരവും അവിശ്വസനീയമായിരുന്ന വലിയ പോരാട്ടം നടത്തി മജ്സാഅത്ത് ബിനു അത്തൗർ എന്ന് പറയുന്ന സ്വഹാബി. പ്രിയപ്പെട്ടവർക്കും ശത്രുക്കൾക്കും ഒരേപോലെ അതിശയിപ്പിക്കുന്ന മുന്നേറ്റമാണ് അദ്ദേഹം നടത്തിയത്. ഇത്തരത്തിലുള്ള ഒറ്റപ്പെട്ട ഓരോ പോരാട്ടങ്ങളിൽ ശത്രുഭാഗത്തുള്ള 100 ആളുകളെയാണ് അദ്ദേഹം സ്വന്തമായി വകവരുത്തിയത്. പേർഷ്യൻ പട്ടാളക്കാരിൽ മജ്സാഅത്തിൻ്റെ പേര് കേൾക്കുമ്പോഴേക്കും ഭയപ്പാടുണ്ടാവുകയും മുസ്ലിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ ഓരോ സാന്നിധ്യവും ഓരോ തവണ കേൾക്കുമ്പോഴും വലിയ അഭിമാനവും വലിയ സന്തോഷവും ഉണ്ടാവുകയും ചെയ്തു. പേർഷ്യൻ പട്ടാളത്തെ തോൽപ്പിക്കാനുള്ള പടയോട്ടത്തിൽ മജ്സാഅത്തിനെ ഉൾപ്പെടുത്തണമെന്ന ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു നിർദ്ദേശത്തിൻ്റെ പൊരുൾ എല്ലാവർക്കും അപ്പോഴാണ് മനസ്സിലായത്. അത്രമാത്രം വലിയ വിലയേറിയ പോരാട്ടമാണ് മജ്സാഅത്ത് അവിടെ നടത്തിയത്. പേർഷ്യക്കാരുമായി 18 മാസത്തെ ഉപരോധത്തിനിടയിൽ 8 പോരാട്ടങ്ങൾ നടന്നു. അതിൽ 8ാമത്തേത് അതിശക്തമായ പോരാട്ടമായിരുന്നു. ശത്രുഭാഗത്ത് വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കി. അതിൻ്റെ ഭാഗമായി കിടങ്ങിന് കുറുകെ അവരുണ്ടാക്കിയിരുന്ന പ്രത്യേകമായ പാലങ്ങളെല്ലാം ഉപേക്ഷിച്ച് അവർ കോട്ടയ്ക്കുള്ളിലേക്ക് ഒതുങ്ങാൻ നിർബന്ധിതരായി. തകർക്കാനാവാത്ത കെട്ടുറപ്പുള്ള അതിശക്തമായ കോട്ടവാതിലുകൾ അവർ അകത്തു നിന്ന് ശക്തമായി പൂട്ടി. കോട്ടയ്ക്ക് പുറത്ത് ദീർഘമായ മാസങ്ങളായി ഉപരോധം ഏർപ്പെടുത്തിയിരുന്ന സൈന്യം പതുക്കെ ക്ഷാമവും അതോടൊപ്പം ക്ഷീണിതരുമായി മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത്. മാത്രവുമല്ല, കോട്ടയ്ക്കകത്തു നിന്ന് ചില ഘട്ടങ്ങളിൽ നിരന്തരമായി അവർ അമ്പെയ്യുകയും ചെയ്തിരുന്നു മുസ്ലിം സൈന്യത്തിന് നേരെ. ചില ഘട്ടങ്ങളിൽ ശക്തമായ ഇരുമ്പു ചങ്ങലകൾ കോട്ടയിൽ നിന്ന് മുസ്ലിം സൈന്യത്തിൻ്റെ ഭാഗത്തേക്ക് അവർ തൂക്കിയെറിയാൻ തുടങ്ങി. അത് കേവലം ഒരു ഇരുമ്പു ചങ്ങല മാത്രമായിരുന്നില്ല. ഓരോ ചങ്ങലയുടെയും അറ്റത്ത് ശക്തമായ തീയിലിട്ട് പഴുപ്പിച്ച ധാരാളം കൂർത്ത മുനകളുള്ള പ്രത്യേകമായ ഇരുമ്പ് അതിനോട് ഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. മുസ്ലിം പക്ഷത്തു നിന്ന് ആരെങ്കിലും കോട്ടയ്ക്കകത്തേക്ക് കയറാൻ ശ്രമിച്ചാൽ ഈ ഇരുമ്പ് ചങ്ങലയുടെ അറ്റത്തുള്ള ഈ ഇരുമ്പ് ദണ്ട്, കൂർത്ത മുനകളുള്ള ദണ്ട് ആ വ്യക്തിയുടെ ശരീരത്തിലേക്ക് പതിച്ച് മാംസം അടർന്നു വീഴുന്നത് ഉറപ്പുള്ള കാര്യമായിരുന്നു. മാംസപേശികളിലേക്ക് അത് തുളച്ചു കയറുകയും നിമിഷങ്ങൾക്കുള്ളിൽ ആ വ്യക്തി മരിച്ചു പോവുകയും ചെയ്യും. തുസ്തർ പട്ടണത്തിൻ്റെ ഈ കോട്ടയ്ക്ക് മുമ്പിലുള്ള ഉപരോധം എല്ലാ അർത്ഥത്തിലും മുസ്ലിം സൈന്യത്തെ ക്ഷീണിപ്പിച്ചേ കൊണ്ടേയിരുന്നു. ആ ഘട്ടത്തിൽ എല്ലാവരും അള്ളാഹുവിനോട് ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് ദുആ ചെയ്തു: പടച്ചവനെ, നിൻ്റെ ദീനിൻ്റെ പ്രചാരണത്തിന് വേണ്ടി ഞങ്ങൾക്ക് ശക്തി പകരണമേ, വിജയം ഞങ്ങൾക്ക് നൽകണേ റബ്ബേ. ആ പട്ടണത്തിൻ്റെ കോട്ട ഭേദിച്ചകത്ത് കടക്കാൻ കഴിയാതിരുന്നതിൽ വല്ലാത്ത ഒരവസ്ഥയിലായിരുന്നു ആ യുദ്ധത്തിൻ്റെ തലവൻ അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു. ഏത് വഴിയിൽ എങ്ങനെ കോട്ടക്കകത്തേക്ക് കടക്കാമെന്ന് തല പുകഞ്ഞാലോചിക്കുന്നതിനിടയിൽ ഒരമ്പ് അബൂ മൂസൽ അശ്അരിയുടെ മുമ്പിൽ വന്ന് പതിച്ചു. സൂക്ഷിച്ചു നോക്കിയപ്പോൾ ആ അമ്പിൽ ഒരു ചെറിയ കത്തും ഉണ്ടായിരുന്നു. ആ കത്തിൽ
ഇങ്ങനെയായിരുന്നു ഉണ്ടായത്. പേർഷ്യൻ പട്ടാളത്തിൽപ്പെട്ട ഒരാൾ പേഴ്സണലായി അദ്ദേഹം അമ്പ് ചെയ്ത് അതിൻ്റെ കൂടെ കൊടുത്തയച്ച കത്തായിരുന്നു അത്. ആ കത്തിൽ പറഞ്ഞത്, മുസ്ലിം സമൂഹമേ, നിങ്ങളെ ഞാൻ പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കുന്നു. എൻ്റെയും എൻ്റെ പ്രിയപ്പെട്ടവരുടെയും എൻ്റെ സ്വത്തിൻ്റെയും എല്ലാവരുടെയും സംരക്ഷണം നിങ്ങളിൽ നിന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. ആ കാര്യം നിങ്ങൾ ഉറപ്പു തന്നാൽ പട്ടണത്തിലേക്ക് പ്രവേശിക്കാനുള്ള സ്വകാര്യമായ രഹസ്യ വഴി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇതായിരുന്നു കത്തിൻ്റെ ഉള്ളടക്കം. കത്ത് വായിച്ച ഉടനെ തന്നെ ആ അമ്പ് വന്ന അതേ ഭാഗത്തേക്ക് ഒരമ്പ് തിരിച്ചെഴുതു. അതിൽ എല്ലാ സംരക്ഷണങ്ങളും വാഗ്ദാനം ചെയ്തു ആ വ്യക്തിക്ക്. മുസ്ലിമീങ്ങൾ വാക്ക് പാലിക്കുന്നവരായിരുന്നു എന്ന് പൂർണ്ണമായ ബോധ്യമുണ്ടായിരുന്നു ആ പേർഷ്യൻ പട്ടാളക്കാരന്. അതെല്ലായിടത്തും അറിയുന്ന കാര്യവുമായിരുന്നു. രാത്രി ഇരുട്ടിൻ്റെ മറവിൽ പേർഷ്യൻ പട്ടാളത്തിൻ്റെ കോട്ടയിൽ നിന്ന് പുറത്തു കടന്ന് അബൂ മൂസ അൽ-അശ്അരി റളിയല്ലാഹുവിനെ കണ്ട് എല്ലാ കാര്യങ്ങളും അദ്ദേഹം തുറന്നു പറഞ്ഞു. ആ പേർഷ്യൻ പട്ടാളക്കാരൻ അബൂ മൂസ അൽ-അശ്അരിയോട് പറഞ്ഞു, പേർഷ്യൻ സമൂഹത്തിൻ്റെ ഉന്നതമായ ഒരു അവസ്ഥയിലുള്ള ഒരു കുടുംബത്തിൻ്റെ മെമ്പറാണ് ഞാൻ. എന്നാൽ ഞങ്ങളുടെ രാജാവായ ഹുർമുസാൻ എൻ്റെ മൂത്ത ജ്യേഷ്ഠനെ ആവശ്യമില്ലാതെ വധിക്കുകയും അദ്ദേഹത്തിൻ്റെ സമ്പത്ത് മുഴുവനും സ്വന്തമാക്കുകയും അപമര്യാദയായി ഞങ്ങളോട് പെരുമാറുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, എന്നോടും അയാൾക്ക് വലിയ വിദ്വേഷമാണ് യഥാർത്ഥത്തിലുള്ളത്. ഞാനും മക്കളും അയാളിൽ നിന്ന് സുരക്ഷിതനാണ് എന്ന രീതിയിൽ അയാൾ ആ വിദ്വേഷമെല്ലാം മറച്ചു പിടിക്കുകയാണ് ചെയ്യുന്നത്. ഹുർമുസാൻ്റെ ആക്രമണത്തെക്കാളും ഞാൻ വിലമതിക്കുന്നത് നിങ്ങളുടെ മുസ്ലിം പട്ടാളക്കാരുടെ നീതിബോധത്തെയാണ്. അതിലെനിക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട്. അയാളുടെ വഞ്ചനകളെക്കാൾ എനിക്ക് വിശ്വാസമുള്ളത്, എനിക്കിഷ്ടമുള്ളത് നിങ്ങളുടെ വാക്ക് പാലിക്കുന്ന ആ നീതിബോധത്തെയാണ്. അതുകൊണ്ട് തന്നെ രഹസ്യമായി എങ്ങനെയാണ് ഈ കോട്ടയിലേക്ക് പ്രവേശിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് കൃത്യമായ വഴി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. അതിനെല്ലാം കൊണ്ടും ബുദ്ധിയുള്ള, സൂത്രശാലിയും തൻ്റെടിയും കഴിവുള്ളവരും നന്നായി നീന്തലറിയുന്നവരുമായ ഒരാളെ നിങ്ങൾ തിരഞ്ഞെടുത്ത് എൻ്റെ കൂടെ പറഞ്ഞേക്കുക. ഞാൻ അദ്ദേഹത്തിന് എല്ലാ രഹസ്യ വഴികളും തന്ത്രങ്ങളും പറഞ്ഞു കൊടുക്കാം, കാണിച്ചു കൊടുക്കാം. കാരണം വളരെ രഹസ്യമായി, വളരെ തന്ത്രപരമായ കാര്യങ്ങൾ മനസ്സിലാക്കി നീങ്ങിയാൽ മാത്രമേ ആ രഹസ്യ വഴി ഏതാണ് എന്ന് കണ്ടുപിടിക്കാനും അതിലൂടെ അകത്ത് കടക്കുവാനും സാധിക്കുകയുള്ളൂ. അബൂ മൂസ അൽ-അശ്അരി റളിയല്ലാഹു അൻഹു ഉടനെ തന്നെ മജ്സഅത്ത് ഇബ്നു സൗർ അസ്-സദൂസിയെ വിളിച്ചു പറഞ്ഞു, താങ്കളുടെ സമൂഹത്തിൽ ഇതിനനുയോജ്യനായ ഏറ്റവും ബുദ്ധിയുള്ള, കഴിവുള്ള, തൻ്റെടിയുള്ള, നീന്തലറിയുന്ന ഒരാളെ വളരെ പ്രധാനപ്പെട്ട ഈ ദൗത്യത്തിന് താങ്കളൊന്ന് കണ്ടെത്തി തരണം. ഇത് കേൾക്കേണ്ട താമസം മജ്സഅത്ത് പറഞ്ഞു, ഖലീഫ് ബഹുമാനപ്പെട്ടവരെ, എന്നെ തന്നെ ആ ഒരു ദൗത്യത്തിന് താങ്കൾ ഉപയോഗിച്ചാലും. സന്തോഷപൂർവ്വം ആ ഒരു ദൗത്യം മജ്സഅത്ത് ഏറ്റെടുക്കുകയാണ്. അബൂ മൂസ അൽ-അശ്അരി പറഞ്ഞു, താങ്കൾ അങ്ങനെ ചെയ്യുന്നെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ആവട്ടെ, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ താങ്കളുടെ കൂടെ ഉണ്ടാകും. അങ്ങനെ ആ പേർഷ്യൻ പട്ടാളക്കാരനൊപ്പം പുറപ്പെടുന്നതിൻ്റെ മുമ്പ് ചില ഉപദേശങ്ങൾ അബൂ മൂസ അൽ-അശ്അരി മജ്സഅത്തിന് നൽകി. കൃത്യമായ എല്ലാ കാര്യങ്ങളും താങ്കൾ മനസ്സിലാക്കണം, കൊട്ടാരത്തിലേക്കുള്ള വഴിയും അതോടൊപ്പം ഹുർമുസാൻ എവിടെയാണുള്ളത് എന്നതും താങ്കൾ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി വെക്കണം. മാത്രവുമല്ല, ഇതല്ലാതെ മറ്റൊരു ആക്രമണം, മറ്റൊരു കാര്യം, സൈനിക നീക്കത്തിലേക്കൊന്നും താങ്കൾ പോകരുത് എന്നും കൃത്യമായി ഉപദേശം നൽകിയിരുന്നു. ആ ഇരുട്ടിൻ്റെ മറവിൽ മജ്സഅത്ത് ആ പേർഷ്യൻ പട്ടാളക്കാരനോടൊപ്പം യാത്ര തിരിച്ചു. ആ കോട്ടയിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്ന, അതിലേക്ക് ബന്ധിപ്പിക്കാൻ കഴിയുന്ന, തുസ്തർ പട്ടണത്തിലേക്കും എത്തിക്കാൻ കഴിയുന്ന, നദിയിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്ന തുരങ്കത്തിലേക്ക് അവരെത്തി. ആ തുരങ്കത്തിൻ്റെ പല ഭാഗങ്ങളും അദ്ദേഹം നേരെ നിന്നാൽ പോലും മൂടുന്ന അത്രയും ആഴത്തിൽ വെള്ളമുള്ളതായിരുന്നു. ചില ഭാഗങ്ങളിൽ നീന്തി മാത്രം പോകാൻ കഴിയുന്ന ചെറിയ ഹൈറ്റ് കുറഞ്ഞ ഭാഗങ്ങളും. ചിലപ്പോഴൊക്കെ നീന്തിയും ചിലപ്പോഴൊക്കെ നടന്നും അവരങ്ങനെ മുന്നോട്ട് പോയി. അവസാനം പട്ടണത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്ന രഹസ്യ വഴി കണ്ടെത്തി അതിലൂടെ മജ്സഅത്ത് അകത്തേക്ക് പ്രവേശിച്ചു. തൻ്റെ സഹോദരനെ ക്രൂരമായി വധിച്ച ഹുർമുസാൻ എവിടെയാണ് എന്ന് ആ പേർഷ്യൻ പട്ടാളക്കാരൻ കാണിച്ചു കൊടുത്തു. ഹുർമുസാനെ കണ്ട ഉടനെ അദ്ദേഹത്തിൻ്റെ കഴുത്തിലേക്ക് ഒരു അമ്പ് ചെയ്ത് ഉടനെ തന്നെ തീർക്കാൻ എല്ലാം കൊണ്ടും അവസരമുണ്ടായിരുന്നു മജ്സഅത്തിന്. പക്ഷേ പട്ടാള മേധാവിയായ അബൂ മൂസ അൽ-അശ്അരിയുടെ നിർദ്ദേശം മറ്റൊന്നും ചെയ്യരുത് എന്നതായിരുന്നതുകൊണ്ട് കൃത്യമായി കാര്യങ്ങളെല്ലാം പഠിച്ചറിഞ്ഞ് തിരിച്ചു വരാനായിരുന്നു ആ രാത്രിയിൽ നിയോഗിക്കപ്പെട്ട ദൗത്യം. അതെല്ലാം പഠിച്ച് മനസ്സിലാക്കി, വഴികളെല്ലാം ചോദിച്ച് കൃത്യമായി അറിഞ്ഞ് മനസ്സിലാക്കി അവിടെ എത്തി തിരിച്ച് നേരം പുലരുന്നതിന് മുമ്പ് മജ്സഅത്ത് അബൂ മൂസ അൽ-അശ്അരിയുടെ അടുത്തേക്ക് വന്നു. മുസ്ലിം സൈന്യത്തിലെ എല്ലാം കൊണ്ടും ധൈര്യവും തൻ്റെ ഇടവും നീന്താൻ നന്നായി അറിയുന്നവരുമായ 300 പേരടങ്ങുന്ന ഒരു സംഘത്തെ അബൂ മൂസ അൽ-അശ്അരി റളിയല്ലാഹു അൻഹു തയ്യാറാക്കി നിർത്തി. അവരെല്ലാവരെയും മജ്സഅത്ത് ഇബ്നു അത്ത്-തൗറിൻ്റെ നേതൃത്വത്തിൽ അബൂ മൂസ അൽ-അശ്അരി തങ്ങൾ യാത്രയാക്കി. പ്രത്യേകമായി പറഞ്ഞു, നിങ്ങൾ പട്ടണത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് കടന്നു ചെന്ന്
മുസ്ലിം സൈന്യം എല്ലാവരും അങ്ങോട്ട് വരേണ്ട സമയമാകുമ്പോൾ ഉറക്കെ തക്ബീർ ധ്വനികൾ താങ്കൾ എല്ലാവരും ചേർന്ന് മുഴക്കുക. സാധിക്കുന്നിടത്തോളം നേർത്ത വസ്ത്രങ്ങൾ അണിഞ്ഞ് യാത്ര പുറപ്പെടാൻ മജ്സാഅത്ത് എല്ലാവർക്കും നിർദ്ദേശം നൽകി. വെള്ളത്തിൽ നനഞ്ഞ് വെയിറ്റ് കൂടി പ്രയാസങ്ങളില്ലാതിരിക്കാൻ വേണ്ടിയായിരുന്നു അത്. വാളല്ലാത്ത മറ്റൊരു ആയുധവും എടുക്കേണ്ടതില്ലെന്നും വാളുകളെല്ലാം വസ്ത്രത്തിൻ്റെ ഭാഗത്ത് ഉള്ളിലായി കെട്ടി പ്രത്യേകമായി സജ്ജമാക്കി വെക്കുവാനും നിർദ്ദേശം നൽകി. ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കി രാത്രിയുടെ ആദ്യയാമത്തിൽ ആ 300 പേരടങ്ങുന്ന സംഘം ആ കോട്ടക്കുള്ളിലേക്ക് പ്രവേശിക്കുക എന്ന ലക്ഷ്യത്തോടെ ആ തുരങ്കം ലക്ഷ്യമാക്കി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നടന്നു നീങ്ങി. ഏകദേശം 2 മണിക്കൂർ സമയമാണ് ആ ദൈർഘ്യമേറിയ വളരെയധികം പ്രയാസങ്ങളേറിയ ആ തുരങ്കത്തിലൂടെ മജ്സാഅത്തും സംഘവും യാത്ര പോയത്. അതിപ്രധാനമായ ആ രഹസ്യ കവാടത്തിലേക്ക് എത്തുന്നതിനിടയിൽ പല പ്രയാസങ്ങളും അവർക്ക് നേരിടേണ്ടി വന്നു. ചിലപ്പോഴൊക്കെ തടസ്സങ്ങൾ അവർക്ക് തട്ടിമാറ്റാൻ സാധിച്ചുവെങ്കിലും ചിലപ്പോഴൊക്കെ അവർ തട്ടിമറിഞ്ഞ് വീഴുകയും ചെയ്തിരുന്നു. പട്ടണത്തിലേക്കുള്ള പ്രധാനപ്പെട്ട കവാടത്തിൻ്റെ അടുത്തെത്തിയപ്പോഴത്തേക്കും മജ്സാഅത്തിൻ്റെ കൂടെ പുറപ്പെട്ട 300 ആളുകളിൽ 220 ആളുകളും കൂടെ ഉണ്ടായിരുന്നില്ല. പല കാരണങ്ങളാൽ അവർക്ക് അവിടെ എത്താൻ സാധിച്ചില്ല. കേവലം 80 പേരെയും കൊണ്ടാണ് മജ്സാഅത്ത് അതിധീരമായി ആ സംഘത്തെ നയിച്ചുകൊണ്ട് ആ പട്ടണത്തിലേക്ക് പ്രവേശിക്കുന്നത്. 80 ആളുകൾ മാത്രമേ ഉള്ളൂ എന്നത് ഒരിക്കൽ പോലും മജ്സാഅത്തിനെ തളർത്തിയില്ല. സധൈര്യം അവർ മുന്നോട്ട് പോയി. വാള് കൃത്യമായി കയ്യിൽ നിന്ന് ഊരിപ്പിടിക്കുവാനും യുദ്ധത്തിന് തയ്യാറെടുക്കുവാനും കൂടെയുള്ളവർക്ക് മജ്സാഅത്ത് നിർദ്ദേശം നൽകി. കോട്ടയ്ക്കുള്ളിലേക്ക് ചെന്ന് ആദ്യമായി തന്നെ കോട്ടയുടെ കാവൽക്കാരായിട്ടുള്ള ആളുകളെ വകവരുത്തി തക്ബീർ ധ്വനികൾ ഉറക്കമൊഴുക്കിക്കൊണ്ട് ആ കോട്ടവാതിൽ അവർ മലർക്കെ തുറന്നിട്ടു. മുസ്ലിം സൈന്യം അങ്ങോട്ട് സന്തോഷത്തോടു കൂടെ വരാൻ തുടങ്ങി. മജ്സാഅത്തിൻ്റെ തക്ബീർ ധ്വനികൾ കേട്ടതോടുകൂടെ മുസ്ലിം സൈന്യം, കത്തുന്ന മുസ്ലിം സൈന്യം കോട്ടക്കകത്തേക്ക് ഇരച്ചു കയറി. പ്രഭാതമാകുന്നതിന് മുമ്പേ തന്നെ മുസ്ലിം സൈന്യം ആ കോട്ടക്കകത്തേക്ക് കയറുകയും അതിശക്തമായ പേർഷ്യൻ സാമ്രാജ്യത്തിനു നേരെ യുദ്ധം ആരംഭിക്കുകയും ചെയ്തു. ഇത്രമേറെ ഭീകരമായ യുദ്ധം, ഏറെ ആൾനാശം സംഭവിച്ച യുദ്ധം അപൂർവമായിട്ടാണ് ചരിത്രങ്ങൾ കാണപ്പെടുക. യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്നതിനിടയിൽ പ്രധാനപ്പെട്ട ലക്ഷ്യമായ ഹുർമുസാൻ എന്ന രാജാവിനെ മജ്സാഅത്ത് കണ്ടു. ഹുർമുസാനെ കണ്ട മാത്രയിൽ ഒരു നിമിഷം പോലും പഴാക്കാതെ മജ്സാഅത്ത് ഊരിപ്പിടിച്ച വാളുമായി ഹുർമുസാന് നേരെ ചാടി വീണുവെങ്കിലും ഞൊടിയിടയിൽ സെക്കൻഡുകൾ കൊണ്ട് പേർഷ്യൻ പട്ടാളം ആ രാജാവിനെ ഒളിപ്പിച്ചു കഴിഞ്ഞിരുന്നു. ഹുർമുസാനെ അവർക്ക് കിട്ടിയില്ല. രണ്ടാമതൊരിക്കൽ കൂടെ ഹുർമുസാനെ നേരിട്ട് ഒരവസരം കിട്ടിയപ്പോൾ നേരെ കുതിച്ചു പാഞ്ഞ് അദ്ദേഹവുമായി ആ രാജാവിൻ്റെ അടുത്തെത്തുകയും ആ രാജാവുമായി ദ്വന്ദ്വ യുദ്ധത്തിൽ ഏർപ്പെടുകയും ചെയ്തു. അതിശക്തമായ യുദ്ധമാണ് രണ്ടുപേരും കൂടെ നടത്തിയത്. രണ്ടുപേരുടെയും വാളുകൾ കൂട്ടിമുട്ടി തീ പാറിക്കൊണ്ടിരുന്നു. ശക്തമായ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഹുർമുസാൻ്റെ വെട്ടേറ്റ് മജ്സാഅത്തിൻ്റെ വാള് തെറിച്ചു പോവുകയും മറ്റൊരു വെട്ടേറ്റ് ആ ഭൂമിയിലേക്ക് താഴെ വീഴുകയും ചെയ്തു. മജ്സാഅത്ത് ഇബ്നു തൗർ അസ്സദൂസി റളിയല്ലാഹു അൻഹു വെട്ടേറ്റ് ഷഹീദാവാൻ വേണ്ടി കിടക്കുന്ന വേളയിലും തന്നിലൂടെ റബ്ബ് വലിയൊരു ദൗത്യം ചെയ്തുവല്ലോ എന്ന വലിയ സന്തോഷമുണ്ടായിരുന്നു മജ്സാഅത്തിൻ്റെ ഹൃദയങ്ങളിൽ. നിർണായകമായൊരു യുദ്ധത്തിൽ വലിയ ആ ധൈര്യത്തോടെയും ആവേശത്തോടെയും നേതൃത്വം കൊടുത്ത് ഏകദേശം അവസാന ഘട്ടം വരെ പൊരുതി ഷഹീദായി മജ്സാഅത്ത് റബ്ബിലേക്ക് യാത്ര പോയി. അല്പനേരം കഴിഞ്ഞപ്പോഴേക്കും ആ യുദ്ധത്തിൽ സമ്പൂർണ്ണമായ വിജയം നേടി മുസ്ലിം സൈന്യം ഹുർമുസാന യുദ്ധത്തടവുകാരനായി പിടികൂടുകയും ചെയ്തു. ഒട്ടും താമസിച്ചില്ല. ഈ മഹത്തായ വിജയത്തിൻ്റെ സന്ദേശവുമായി, വിജയം നേടിയതിൻ്റെ ആനന്ദവുമായി ഒരു സംഘം മദീനയിലേക്ക് പുറപ്പെട്ടു. ആ സംഘത്തിൻ്റെ മുൻഭാഗത്ത് വിലപിടിച്ച മുത്തും പവിഴവും രത്നവും എല്ലാം അണിഞ്ഞ കിരീടമണിഞ്ഞ ഹുർമുസാനും ഉണ്ടായിരുന്നു. അയാളുടെ കൈകളിൽ സ്വർണ്ണനൂലുകൾ കൊണ്ട് നെയ്തെടുത്ത വസ്ത്രങ്ങളും തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു. യുദ്ധത്തടവുകാരനായി പിടിക്കപ്പെട്ട ഹുർമുസാൻ ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹുവിനെ കാണിക്കാനായി പുറപ്പെടുകയാണ്. പേർഷ്യൻ സാമ്രാജ്യം നിലംപതിക്കുകയും അതിൻ്റെ അധിപനായിരുന്ന കിസ്റ ഹുർമുസാൻ എന്നയാളെ തടവുകാരനായി പിടിക്കുകയും ചെയ്ത മഹത്തായ സന്തോഷങ്ങൾക്കിടയിലും മജ്സാഅത്ത് റബ്ബിലേക്ക് പോയി എന്ന ആ ഒരു വാർത്തയും മുസ്ലിം സ്വഹാബികൾക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നു. ആ ഒരു യുദ്ധം മജ്സാഅത്തിൻ്റെ യുദ്ധം കൂടെയാണ് എന്ന് ചരിത്രകാരന്മാർ പറയുന്നത് അതുകൊണ്ടാണ്. ഒരു മഹത്തായ നിയോഗം ചെയ്ത് റബ്ബിലേക്ക് യാത്രയായി മജ്സാഅത്ത് ഇബ്നു തൗർ അസ്സദൂസി. അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട്, ഔദാര്യം കൊണ്ട് ആ മഹാനെ സ്വർഗത്തിൽ വെച്ച് കണ്ടുമുട്ടാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.